ഹലോ ഗായ്സ്, ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ മൊത്തത്തിൽ ഞാൻ എന്നെ തന്നെ ഒന്ന് മാറ്റാൻ പോവാണ്. എന്നെ തന്നെ മാറ്റൽ നടക്കാത്ത കാരണം ഞാൻ എൻ്റെ ചുറ്റുപാടുകളാണ് കേട്ടോ മാറ്റാൻ പോകുന്നത്. കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ മൂഡ് ഓഫായിരുന്നു, മൈൻഡൊക്കെ വളരെ ഓഫായിരുന്നു, ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നു. കാരണങ്ങളുണ്ട്, അതൊക്കെ ഇങ്ങനെ പറയാൻ പറ്റാത്ത കാരണം ഞാനത് എൻ്റെ ഇവിടെ ഫ്രണ്ട് ഉണ്ടല്ലോ ജോസു, അവളുടെ അടുത്താണ് കേട്ടോ പറയാറ്. അവളൊരു നല്ലൊരു നമുക്ക് വിഷമിച്ചിരിക്കുന്ന സമയത്തുണ്ടല്ലോ അവൾ ഭയങ്കരമായിട്ട് അവൾക്ക് അറിയാം എങ്ങനെ ഒരാളെ കാമാക്കണമെന്ന്. അതൊരു കഴിവാണ് അവൾക്ക് കേട്ടോ. അതിന് ഞാൻ അവൾക്ക് താങ്ക്സ് പറയുന്നു. കുറച്ച് നേരമൊക്കെ അവളുടെ അടുത്ത് സംസാരിച്ച് 2-3 ദിവസമായിട്ട് സംസാരിക്കാറുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ഗതികെട്ട് സംസാരിച്ചപ്പോൾ ഞാനൊന്ന് ഓക്കെ കേട്ടോ. അപ്പോൾ നോക്കിയപ്പോഴാണ് ഈ എൻ്റെ മെൻ്റലായിട്ടുള്ള ഡിസ്റ്റർബൻസും വിഷമവും എൻ്റെ ബെഡിനെയും എൻ്റെ ഡ്രസ്സുകളെയും മൊത്തത്തിലുള്ള എൻ്റെ റുട്ടീനെയും ഒക്കെ ബാധിച്ചിട്ടുണ്ട്. ഒക്കെ അലങ്കോലമായിട്ട് കിടക്കുകയായിരുന്നു കേട്ടോ. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഞാൻ വിചാരിച്ച് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാം, മൊത്തം ഒന്ന് അടുക്കി പറക്കി വയ്ക്കാം. സാധാരണ ഇങ്ങനൊരു സിറ്റുവേഷൻ എനിക്ക് വരാറില്ല, വല്ലപ്പോഴേ വരാറുള്ളൂ. എന്നാലും ഇങ്ങനെ ഡ്രസ്സുകളൊക്കെ കൂട്ടിയിടുന്ന ഒരു സ്വഭാവം എനിക്ക് ഉണ്ടാവാറില്ല. ഇതൊക്കെ അലക്കിയ ഡ്രസ്സുകളാണ് കേട്ടോ മടക്കാതെ കൂട്ടി വെച്ചേക്കണം. അതാണ് ഏറ്റവും വലിയ സംഭവം. ഇന്ന് ഞാനിതൊക്കെ എടുത്ത് മടക്കി സെറ്റാക്കി ഫുള്ളൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പുകൂട്ടൻ്റെ അപ്പുറത്ത് അപ്പുകൂട്ടൻ്റെ ഭാഗങ്ങൾ സെറ്റാക്കുന്നുണ്ട് കേട്ടോ. ജോസുമ്പം പിന്നെ മടി പിടിച്ചവിടെ കിടന്നു. എന്നിട്ട് പുള്ളിക്കാരി അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. ഞാനിതൊക്കെ അടുക്കി സെറ്റാക്കി വെച്ചു. കുറച്ചൊക്കെ ലൈഫിൽ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തേണ്ടത്, എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതിനെപ്പറ്റിയൊക്കെ ഞാൻ ചിന്തിച്ചു കേട്ടോ. കുറച്ച് പുറത്തൊക്കെ നടന്നൊക്കെ ആലോചിച്ച് ചിന്തിച്ചു. ഇടയ്ക്ക് ഈ മടക്കിൽ കുറേ തുണികളൊക്കെ മടക്കിൽ വരുമ്പോൾ എനിക്ക് മടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട എൻ്റെ കമ്മൽ കളക്ഷനാണ് കേട്ടോ. ഇത് ഇവിടെ ഉള്ളതാണ്, ബാലൻസൊക്കെ വീട്ടിലുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മൽ. ഇത് ഞാൻ ഒരിട ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇതൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല, ഉപയോഗിക്കാനായിട്ട് പറ്റാത്ത അവസ്ഥ കൊണ്ട് ഒന്നും എടുത്തുകൊണ്ട് വരാതിരുന്നതാണ്. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ പുതിയത് വാങ്ങിച്ച കളക്ഷനാണ് കേട്ടോ ഇതൊക്കെ. എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതിലും ഒരുപാട് കളക്ഷൻസ് കാണാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കമ്മൽ. ഇവിടെ ഇത്രയും നാൾ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനതൊക്കെ അവോയ്ഡ് ചെയ്തിരിക്കുകയായിരുന്നു. ഇപ്പം ഞാനിതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻ കണ്ടെത്തിയിട്ടോ. ഞാൻ റീൽ ചെയ്യാനും യൂട്യൂബിലും ഒക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് അവസരങ്ങളായി. അതുകൊണ്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ആണ് കേട്ടോ. ഈ യൂട്യൂബ് ചാനലും ഫേസ്ബുക്കും ഒക്കെ ഒറ്റ ദിവസം കൊണ്ടെടുത്ത തീരുമാനമൊന്നുമല്ല. ഇതുപോലെ തന്നെ എൻ്റെ വീട്ടിലും ഇഷ്ടം പോലെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു ഗായ്സ്.